അല്ല മാർഗം. ഇപ്പൊ അതൊന്നും പറയാനൊക്കെ അതിൽ ഇപ്പൊ ഇത് മതമായി ഇല്ലേ? തർക്കം വല്ലതും ഉണ്ടോ? ഓ, ഇപ്പൊ ഇത് മതമായി തീർന്നിരിക്കുക. കാരണം അവിടെ ഉള്ളതെല്ലാം ഇപ്പൊ ഇവിടെ ഉണ്ട്, ഇല്ലാത്തത് ഇപ്പൊ എടുക്കാനായിട്ട് തുനിയുകയും ചെയ്യുക ഇല്ലേ? അതുകൊണ്ടാണ് പറയുന്നത് നമുക്കും വേണമെന്ന്. ഓ അതാ പണ്ട് ഏതോ മന്ത്രി പറഞ്ഞെന്നാ പറഞ്ഞ ജിറാഫിനെ ഇറക്കിയപ്പോൾ പുള്ളി ഉറങ്ങുക, പുള്ളി ഞങ്ങളുടെ സമുദായത്തിന് 2 എണ്ണം വേണമെന്ന്. അപ്പൊ എന്തോ പറഞ്ഞാലും പുള്ളിയുടെ സമുദായത്തിന്, അപ്പൊ ഗവൺമെന്റ് ആഫ്രിക്കയിൽ നിന്ന് ഇറക്കി, അപ്പൊ പുള്ളി ഉറങ്ങിപ്പോയി. അപ്പൊ വേറെ എന്തോ കാര്യമാണെന്ന് ഓർത്താ പുള്ളി പറഞ്ഞു ഞങ്ങളുടെ സമുദായത്തിന് 2 എണ്ണം വേണം. ജിറാഫിനെ എന്തിനാ സമുദായത്തിന്? ഇത് അങ്ങനെ ഇപ്പൊ ആയി തീർന്നിരിക്കുക. ഞങ്ങൾക്കും വേണമെന്ന്, നമ്മുടെ ഇടയിൽ നിന്നും വേണമെന്ന്, ഞങ്ങൾക്കും വേണമെന്ന്. ഞാൻ ഒന്നോട്ടൊന്നും ഇപ്പൊ പോകുന്നില്ല, വിഷയം അതല്ലല്ലോ. അപ്പോൾ പണ്ട് ഇത് മാർഗമെന്നാ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ ഇത് മാർഗമെന്ന് പറയാൻ പലർക്കും ഭയമല്ലല്ലോ. അവിടെ ഉള്ളതെല്ലാം ഇപ്പൊ ഇവിടെയും. അതിലെ 2 രാജാക്കന്മാർ തമ്മിൽ ബന്ധുത കൂടി, യഹോശാഫാത്തും ആഗാബും കൂടെ സംബന്ധം കൂടി. യഹോശാഫാത്തിന്റെ മോൻ യഹോരാമിനെ കൊണ്ട് ആഗാബിന്റെ മോൻ അമല്യായെ കെട്ടിച്ചു. ഇത് ദൈവകൃപയൊന്നും നോക്കി കെട്ടിച്ചതല്ല, കാശ് നോക്കി കെട്ടിച്ചത്. ജോർജ് കുട്ടി പണ്ടൊക്കെ അങ്ങനെ കൊടുക്കുന്നത്, ജോർജ് കുട്ടി. അപ്പൊ ജോർജ് കുട്ടിയെ നോക്കി കെട്ടിച്ചു. പണ്ടൊക്കെ പറയാറുണ്ട് 10 ലക്ഷവും പൂതോ. അപ്പോൾ ഇത് ജോർജ് കുട്ടിയെ നോക്കി കെട്ടിച്ചു. ബന്ധുക്കാരനെ കാണാൻ ചെന്നപ്പം ബന്ധുക്കാരൻ നല്ല ഡിന്നർ ഒരുക്കി. ഡിന്നർ നമ്മുടെ ഡിന്നർ പോലല്ല, നല്ല മട്ടൺ ഫ്രൈ ആണോ എന്ന് അറിയത്തില്ല. മട്ടൺ ഉണ്ടായിരുന്നു, ഫ്രൈ ആണോ ചാപ്സ് ആണോ എന്തായാലും മട്ടൺ. വായിച്ചേ, എല്ലാവർക്കും സംശയം, ഞാൻ ചുമ്മാ പറയുന്നത്. വായിച്ചേ, ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 18:1 മുതൽ വായിക്കരുത്. ചെല്ലു പറഞ്ഞ അയാൾ വായി വരുന്നതെല്ലാം പറയുന്നത് അത് വായിക്കുന്നവരെ അറിയാം. ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 18-ാം അധ്യായത്തിന്റെ 1 മുതൽ വായിച്ച്, യഹോശാഫാത്തിന് ധനവും മാനവും ഉണ്ടാകുന്ന അവൻ ആഗാവുമായിട്ട് സംബന്ധം കൂടി. ചില സമ്പർശങ്ങൾ കഴിഞ്ഞപ്പോൾ ആഗാവിന്റെ അരമനയ്ക്കകത്തോട്ട് യഹോശാഫാത്ത് ചെന്നു. ആഗാവ് അവനും തന്നെ ജനത്തിന് വേണ്ടി വളരെ ആളുകളെയൊക്കെ അറുത്തു. ഗിലെയാദിലെ രാമോത്തിലേക്ക് ഞങ്ങളുടെ കൂടെ യുദ്ധത്തിന് പോരുന്നത് ചോദിച്ചെന്ന് ആ ഭാഗം ഒന്നുകൂടെ വായിച്ചോ കർത്തദാസനെ. 18:1 മുതൽ. യഹോശാഫാത്തിന് ധനവും മാനവും വളരെ ഉണ്ടായിരുന്നു. യഹോശാഫാത്തിന് ധനവും മാനവും വളരെ ഉണ്ടായിരുന്നു. ഈ മാനവും ധനവും കണ്ടമാനം വരുമ്പോൾ ആ പ്രമാണം വിടുന്നത്. എല്ലാരും അല്ലെങ്കിലും മിക്കവരും അല്ല, ചേർത്ത് പറയണമല്ലോ. മാനവും ധനവും കണ്ടമാനം വരുമ്പോൾ പ്രമാണത്തിന് അയവ് വരുത്തും. അതല്ല ഇപ്പൊ പറഞ്ഞ ഇച്ചിരി ഇടാം, ഇച്ചിരി കുടിക്കാം, ഇച്ചിരി ആടാം, ഇച്ചിരി പാടാം. എന്നെ എല്ലാവർക്കും ഒരു പരുവക്കേട് പോലെ തകം വല്ലതും ഉണ്ട്. ഇപ്പൊ പറയണം, ഞാൻ പോയി കഴിഞ്ഞേച്ച് പറയരുത്. അയാൾ പറഞ്ഞപ്പോൾ ഞങ്ങൾ മിണ്ടിയില്ലെന്നേ ഉള്ളൂ എന്നൊന്നും പിന്നെ പറയരുത്. കല്യാണത്തിന് പറയുമ്പോൾ ഇപ്പോൾ മൗനമായിരിക്കുന്നത് പോലെ. ഈ ധനവും മാനവും ഒക്കെ കണ്ടമാനം വരുമ്പോ പ്രമാണം വിടും, പ്രമാണത്തിന് അയവ് വരുത്തും. ഒന്നുകൂടെ വായിച്ചോ, കേക്കട്ടെ എല്ലാവരും. യഹോശാഫാത്തിന് ധനവും മാനവും വളരെ. യഹോശാഫാത്ത് യഹൂദയിലെ രാജാവാ. അവിടെ ആ ദാവീദിന്റെ സിംഹാസനം, അവിടെയാ ദൈവാലയം, അവിടെയാ മഹാപുരോഹിതൻ, അവിടെയാ പുരോഹിത വരേണ്യന്മാർ. കൂറിന്റെ ക്രമത്തിൽ 24 കൂറിന്റെ ക്രമത്തിലുള്ള പുരോഹിതന്മാർ. അവിടെ ആ ദൈവാലയം, അവിടെ ആ പെട്ടകം, അവിടാണ് മന്നായിട്ട് വച്ച മൺപാത്രം, അവിടെ അജരോട് നിലർത്ത വടി, അവിടെ ആ നിയമത്തിന്റെ കൽപ്പന, അവിടെ ആ ഷെക്കേന ഇറങ്ങുന്നത്. യെരൂശലേമില്ലേ? എല്ലാം വിവരിക്കുന്നില്ല. തമ്മിൽ ഇണങ്ങിയ നഗരമായി പണിതിരിക്കുന്ന യെരൂശലേം. 12 വാതിൽ, ആട്ടിൻ വാതിൽ, മീൻ വാതിൽ, കുതിര വാതിൽ, കുപ്പ വാതിൽ, നീർവാതിൽ, താഴ്വര വാതിൽ, വടയ വാതിൽ, ഉറവ വാതിൽ, കോൺ വാതിൽ, ഹമ്മിദ്കാദ് വാതിൽ, പിന്നെ കിഴക്കേ വാതിൽ, എല്ലാം നല്ല ഇണക്കി പണിത് വെച്ചിരിക്കുക.